കായംകുളം കാക്കനാട് മിസ്പ പരിശീലന കേന്ദ്രത്തിന്റെ വാർഷികം നടത്തി. ഇതോടനുബന്ധിച്ച് രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. കായംകുളത്തെ ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമാണ് മിസ്പ. ഭിന്നശേഷിക്കാരുടെ പരിശീലന കേന്ദ്രമായ കായംകുളം കാക്കനാട് മിസ്പയുടെ വാർഷികാഘോഷം നടന്നു. ഇതോടനുബന്ധിച്ച് രക്ഷാകർതൃ ദിനവും സംഘടിപ്പിച്ചു. മജീഷ്യൻ സണ്ണി കീരിത്തോട് അവതരിപ്പിച്ച മാജിക്, മിസ്പയിലെ വിദ്യാർത്ഥികൾ നടത്തിയ വിവിധ കലാപരിപാടികൾ തുടങ്ങിയവയും അരങ്ങേറി. സ്കൂൾ പ്രിൻസിപ്പൽ ശോഭ സതീഷ് പതാക ഉയർത്തിയതോടെയാണ് ചടങ്ങുകൾക്ക് തുടക്കമായത്. സ്കൂൾ ഡയറക്ടർ പാസ്റ്റർ ബി സജി സ്വാഗതം പറഞ്ഞു. പ്രിൻസിപ്പൽ ശോഭ സതീഷ് റിപ്പോർട്ട് അവതരിപ്പിച്ചു. ഡോക്ടർ സി ടി ലൂയിസ് കുട്ടി അനുഗ്രഹ പ്രഭാഷണം നിർവഹിച്ചു. അവരോടൊപ്പം വിദ്യാഭ്യാസം നേടാനുള്ള, അറിവ് നേടാനുള്ള ചില പോരാളികളുള്ള കാരണം പിന്തള്ളപ്പെടുന്ന പ്രശ്നങ്ങൾ, അതിനെല്ലാം ഒരു പരിഹാരമാണ് ഇത്തരം സ്ഥാപനങ്ങൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതൊരു വലിയ ആശ്വാസ കേന്ദ്രമാണ്. ഏതാനും കുട്ടികളുമായി ഇവിടെ 2002-2003 കാലഘട്ടത്തിൽ ആരംഭിച്ച ഈ സ്ഥാപനത്തിൽ ഇത്രയേറെ അധികം കുട്ടികൾ ഇവിടെ വരേണ്ടി വരുന്നു. കായംകുളത്ത് മാത്രം, ഈ നമ്മുടെ ഈ നഗരപ്രദേശത്ത് മാത്രമല്ല, നഗരപ്രദേശത്തിന് പുറത്തുള്ള കുട്ടികളടക്കം ഇവിടെ വരുന്നുണ്ട്. അവരെ കൊണ്ടുവരാനും പരമാവധി മികച്ച വിദ്യാഭ്യാസവും അതേപോലെ അച്ചടക്കവും തൊഴിൽ പരിശീലനവും ഒക്കെ നൽകിക്കൊണ്ട് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരുവാൻ, അവർക്ക് സമൂഹത്തിൽ മാന്യമായി ജീവിക്കാനുള്ള ഒരു സാഹചര്യം പരമാവധി എത്തിക്കാനും ഇന്ന് സാധിക്കുന്നുണ്ട്. വാർഡംഗം മിനി ഷാമുവൽ, കായംകുളം മുനിസിപ്പൽ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എസ് കേശുനാഥ്, BJP സംസ്ഥാന സമിതി അംഗം പാലോമുറ്റത്ത് വിജയകുമാർ, വർഗീസ് ബേബി, ഇ ആശിഷ്, വി ബേബി, മിസ്ബ PTA പ്രസിഡന്റ് സരസൻ സി നായർ തുടങ്ങിയവർ പങ്കെടുത്തു. ഞാൻ കണ്ട കാര്യം പറയാം. ബഹുമാനപ്പെട്ട CT ലൂയിസ് കുട്ടി സാർ ഇവിടെ ഉണ്ടല്ലോ. അദ്ദേഹം അമേരിക്കയിലെ സിറ്റിസൺ ഉള്ള വ്യക്തിയാണ്. അദ്ദേഹത്തിന് അറിയാം, അമേരിക്ക, കാനഡ, ഓസ്ട്രേലിയ, UK തുടങ്ങിയ രാജ്യങ്ങളിൽ ഇങ്ങനെ ഉള്ള കുട്ടികൾക്ക് ഷിഫ്റ്റിന്റെ അടിസ്ഥാനത്തിലാണ് അവർക്ക് ടീച്ചേഴ്സിനെ വെച്ചിരിക്കുന്നത്. അവർക്കുള്ള പണം ഗവൺമെന്റിന് കൊടുക്കുകയാണ്. അവർ കഴിഞ്ഞുകൊള്ളും എല്ലാ കാര്യങ്ങളും. പക്ഷെ നമ്മുടെ രാജ്യമോ, നമ്മുടെ രാജ്യങ്ങളിൽ ചോദിക്കുന്നതിന് മാത്രം കൊടുക്കുക, ചോദിക്കാത്തവർക്ക് കൊടുക്കാതിരിക്കുക. ന്യൂസ് ബ്യൂറോ, കായംകുളം.